30,000-ൽ പരം മനുഷ്യജീവൻ അപഹരിച്ച് ലോകത്തെ കണ്ണീരിലാഴ്ത്തിയ 1988-ലെ അർമേനിയൻ ഭൂകമ്പത്തിലെ ഹൃദയസ്പർശിയായ ഒരു സംഭവമുണ്ട്. ഭൂകമ്പത്തിൽ തൻ്റെ മകൻ പഠിക്കുന്ന സ്കൂൾ കെട്ടിടം തകർന്നു വീണെന്ന വാർത്ത കേട്ട് പിതാവ് മകനെ രക്ഷിക്കുവാൻ വീട് വിട്ടോടി. എന്നാൽ രക്ഷാപ്രവർത്തകർ ആരെയും സ്കൂൾ പരിസരത്തേക്ക് കടത്തിവിട്ടില്ല. കാരണം കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭാഗം ഏതു നിമിഷവും നിലം പതിക്കാമെന്ന രീതിയിൽ ചരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഏകദേശം 24 മണിക്കൂറിന് ശേഷം ആ പിതാവ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി തകർന്നു കിടക്കുന്ന സ്കൂൾ ഭാഗത്തേക്ക് പ്രവേശിച്ചു. പേരെടുത്തു വിളിച്ച് പിതാവ് മകനെ തിരയാൻ തുടങ്ങി. 36 മണിക്കൂറുകൾക്ക് ശേഷം പപ്പ എന്നൊരു വിളി കേട്ടു. സ്വരം ശ്രവിച്ച മാത്രയിൽ രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടെ തിരച്ചിൽ ശക്തമാക്കി. അവസാനം അല്പപ്രാണനോടെ മകനെയും 2 കൂട്ടുകാരെയും കണ്ടെത്തി. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ ജീവൻ വീണ്ടുകിട്ടി. അല്പം പോലും വെള്ളവും ശുദ്ധവായുവും ലഭിക്കാതെ നീണ്ട 36 മണിക്കൂറിൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തെ ഈ കുട്ടികൾ എങ്ങനെ അതിജീവിച്ചു എന്നത് രക്ഷാപ്രവർത്തകരെ അത്ഭുതപ്പെടുത്തി. മകന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ പപ്പ എന്നെ അതിയായി സ്നേഹിക്കുന്നതിനാൽ എങ്ങനെയെങ്കിലും നമ്മെ രക്ഷിക്കും. സ്നേഹത്തിനു മുന്നിൽ മരണം പോലും പരാജയപ്പെടുന്ന സംഭവങ്ങളും സ്നേഹത്തെ പ്രതി മരണം പുൽകുന്ന വ്യക്തികളെപ്പറ്റിയും നാം കേട്ടിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ആർക്ക് തിട്ടപ്പെടുത്തുവാൻ സാധിക്കും? ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ ദൈവത്തെ പോലും ഉൾക്കൊള്ളുമാറ് അർത്ഥവ്യാപ്തിയുള്ള വാക്കാണ് സ്നേഹം. എങ്കിൽ സ്നേഹത്തെ നിർവചിക്കുക എന്നത് അസാധ്യമായി ഒന്നായി അവശേഷിക്കുകയില്ലേ? സ്നേഹം എന്നത് പൂർണ്ണതയിലായിരിക്കുന്ന അവസ്ഥയാണ്. സമസ്ത നന്മകളുടെയും മൂല്യങ്ങളുടെയും പൂർണ്ണതയാണ് അത്. അതിനാൽ സ്നേഹമെന്നത് വെറും വികാരങ്ങളുടെ ഒരു പ്രകടനമല്ല, മറിച്ച് പരിപൂർണതയാണ്. സ്നേഹം സത്തയുടെ അടിസ്ഥാനമാണ്. എത്രയോ വ്യക്തികൾ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും സ്നേഹം പോരാ എന്ന ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ സ്വാഭാവികമായി വരാറുണ്ട്. മാതാപിതാക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അനുഭവം സ്നേഹം പോരാ, സ്നേഹത്തിൽ ഇനിയും വളരണം എന്നതാണ്. സ്നേഹമെന്നത് പൂർണ്ണമായിരിക്കുന്ന അവസ്ഥയാണ്. നില കാണാൻ സാധിക്കാത്ത രഹസ്യാത്മകത കുടികൊള്ളുന്നതാണ് സ്നേഹം. റോബർട്ട് ജോൺ തൻ്റെ ദ മീനിങ് ഓഫ് ലവ് എന്ന പുസ്തകത്തിൽ പറയുന്നത്, സ്നേഹത്തിൻ്റെ ജിജ്ഞാസപരമായ ഒരു വൈരുദ്ധ്യം അതിൻ്റെ രഹസ്യാത്മകത തന്നെയാണ്. സ്നേഹത്തിന് ആഴമേറുന്തോറും അത് കൂടുതൽ മൗനം അവലംബിക്കുന്നു. നിശബ്ദതയാണ് അതിൻ്റെ ആത്മാർത്ഥതയുടെ അളവുകൾ. എത്ര സ്നേഹിച്ചാലും ഇനിയും സ്നേഹിക്കണം എന്ന വാഞ്ച നമ്മിൽ ഉളവാകാറുണ്ട്. സ്നേഹം ഒരേ സമയം സന്തോഷം പ്രദാനം ചെയ്യുകയും അഭിലാഷം ജനിപ്പിക്കുകയും ചെയ്യും. ആരും പൂർണ്ണരല്ല, അതിനാൽ ആരുടെയും സ്നേഹവും പൂർണ്ണമല്ല. എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള പരിശ്രമത്തിലാണ്. മറ്റൊരാളെ എപ്രകാരം സ്നേഹിക്കണം എന്ന് സ്നേഹിക്കുന്ന വ്യക്തിക്ക് പൂർണ്ണമായും അറിയില്ല. അതിനാൽ സ്നേഹിക്കുവാനുള്ള പരിശ്രമമധ്യേ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ വേദനിപ്പിച്ചെന്നും വരാം. സ്നേഹത്തെ പല തലത്തിൽ നിന്ന് വിവക്ഷിക്കുവാൻ സാധിക്കും. പിതൃവാത്സല്യത്തിൽ ചാലിച്ച് അമ്മിഞ്ഞ പാലിനൊപ്പം നുണഞ്ഞിറങ്ങുന്ന സ്നേഹം. കളിത്തോഴന്മാരുമായി ഇണങ്ങിയും പിണങ്ങിയും കളിച്ചും ചിരിച്ചും പങ്കിടുന്ന സ്നേഹം. വൈകാരികമായി നമ്മിൽ ഉണരുന്ന അടുപ്പത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്നേഹം. ഇണക്കുരുവികളെപ്പോലെ കുക്കുരുമ്മി മധുരക്കിനാവുകൾ പങ്കിട്ട് സ്വപ്നലോകത്തിൻ്റെ മാസ്മരികതയിലേക്ക് നയിക്കുന്ന സ്നേഹം. സഹോദരനായി ബലിയായിത്തീരുന്ന ആത്മദാനത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുന്ന സ്നേഹം. ഈശ്വര ചിന്തയുണർത്തുന്ന ആധ്യാത്മിക തലത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന പവിത്ര സ്നേഹം. സ്നേഹം എന്നതിൻ്റെ അർത്ഥം പോലും വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും അനുസൃതം മാറ്റം കൈവരിക്കുന്നു. നാം നൽകുന്ന അർത്ഥമായിരിക്കുകയില്ല നമ്മുടെ ജീവിത പങ്കാളി അതിന് നൽകുക. അർത്ഥം പോലും വിവിധങ്ങളാകയാൽ ജീവിതത്തിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പൂർണ്ണമായി സാധ്യമാകും? സ്നേഹത്തിന് ഒരേ അർത്ഥം നൽകുന്നവർ പോലും
അതിന് കൊടുക്കുന്ന പ്രാധാന്യവും പ്രകടന രീതികളും സ്വീകരണ രീതികളും വ്യത്യസ്തമായിരിക്കുന്നു. ഓരോ വ്യക്തിയും സ്നേഹം ആസ്വദിക്കുന്നതിലും പ്രകടിപ്പിക്കുന്നതിലും മറ്റൊരാളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ജെ. റിച്ചാർഡ് ഉഡ്രി കലാലയ വിദ്യാർത്ഥികൾക്കിടയിൽ സ്നേഹത്തിന്റെ അർത്ഥത്തെപ്പറ്റി ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. 40% വിദ്യാർത്ഥികൾ സ്നേഹത്തെ ഒരു തരത്തിലുള്ള ആകർഷണം എന്നും ഒരു വികാരമെന്നും വൈകാരികമായ ഒന്നാകലെന്നും രേഖപ്പെടുത്തി. സുഹൃത്ത് ബന്ധം എന്നും ശാരീരികവും മാനസികവുമായ പൊരുത്തമെന്നും സ്നേഹത്തിന് അർത്ഥം നൽകാമെന്ന് 20% വിദ്യാർത്ഥികൾ സമർത്ഥിച്ചു. 20% പേർ പറഞ്ഞത് സ്നേഹം എന്നത് നൽകലാണ്, കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ബന്ധമാണ്, പ്രത്യേകമായി സ്വയം വ്യയം ചെയ്യുന്നതാണ് എന്നാണ്. വിശ്വസ്തതയ്ക്കും സുരക്ഷിതത്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് സ്നേഹത്തെ വ്യാഖ്യാനിച്ചത് 17% പേരാണ്. 3% കടമ നിർവഹണത്തിൻ്റെയോ കാര്യക്ഷമതയുടെയോ പ്രവർത്തനങ്ങളുടെയോ അടിസ്ഥാനത്തിൽ സ്നേഹത്തെ വിലയിരുത്തി. ആകാശം പോലെ പരന്നും ആഴി പോലെ ആഴത്തിലും സ്നേഹം നിലകൊള്ളുന്നു. ഡോക്ടർ ഹാരി സ്ട്രോക്ക് തൻ്റെ കൺസെപ്ഷൻ ഓഫ് മോഡേൺ സൈക്യാട്രി എന്ന പുസ്തകത്തിൽ സ്നേഹത്തെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: മറ്റൊരാളുടെ സംതൃപ്തിയും സുരക്ഷിതത്വവും വികസനവും തൻ്റെ തന്നെ സംതൃപ്തിയും സുരക്ഷിതത്വവും വികസനവുമെന്ന പോലെ വിലപ്പെട്ടതായി തീരുമ്പോൾ അവിടെ സ്നേഹം നിലനിൽക്കുന്നു എന്ന് പറയാം. നാം മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ സമ്പൂർണ്ണ വളർച്ചയ്ക്കായി നാം പരിശ്രമിക്കും. ഇവിടെ ആഗ്രഹം മാത്രമല്ല, പ്രവർത്തിക്കുമെന്ന ദൃഢനിശ്ചയവും ഉണ്ട്. നാം സ്നേഹിക്കുന്നവർക്കായി, നമ്മെ സ്നേഹിക്കുന്നവർക്കായി നമുക്കും പ്രവർത്തിക്കാമെന്ന ദൃഢനിശ്ചയമെടുക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.